കണ്ണൂരിൽ ഉൾപ്പെടെ ജനവിധി വരുമ്പോൾ രാഷ്ട്രീയ സുനാമി ഉണ്ടാകുമെന്ന് ബേപ്പൂർ മണ്ഡലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പറഞ്ഞു. കണ്ണൂർ താവക്കരയിലെ ഹോട്ടൽ റോയൽ ഓമാർസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായിസത്തിന്റെയും മരുമോനിസത്തിന്റെയും മധ്യം കണ്ണൂരിൽ കുറിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുൻ CPM നേതാക്കൾ പറഞ്ഞത്. അമ്പലപ്പുഴയിൽ G സുധാകരനും മലമ്പുഴയിൽ സുരേഷുമൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു വന്ന് മത്സരിച്ചവരാണ്. കണ്ണൂരിൽ പാർട്ടി അണികളും പ്രവർത്തകരും മൗനത്തിലാണ്. പാർട്ടിയെ രക്ഷപ്പെടുത്താൻ അവർ CPM-നെതിരെ വോട്ട് ചെയ്യും. കേരളത്തിൽ ഇത്തരം രാഷ്ട്രീയ സുനാമിയാണ് 48 മണിക്കൂറിന് ശേഷം വീശിയടിക്കുക. ധർമ്മടത്ത് പിണറായി തോറ്റത്തിന് സമാനമായി 10,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമേ ജയിക്കൂ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും തോൽക്കും. താൻ ജയിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. റിയാസ് ബെറ്റിന് തയ്യാറാണെങ്കിൽ താൻ മൊട്ടയടിച്ച് കമ്മലിടാൻ തയ്യാറാണ്. കമ്മൽ റിയാസ് ഇടണമെന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും അൻവർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന റിയാസിന് താൻ നടത്തിയ പോരാട്ടത്തിനെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടെ CPM-ന്റെ പ്രചരണ കോട്ടകൾ തകർന്നടിഞ്ഞു. കണ്ണൂരിൽ പിണറായിസവും മരുമോനിസവും മാത്രമല്ല, ജയരാജന്മാരുടെ അതൃപ്തിയും രാഷ്ട്രീയ കൊലപാതക കേസുകൾ അട്ടിമറിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി നടത്തിയ BJP-ക്കായുള്ള ഇടപെടലുകളും പ്രശ്നമായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഊരാളുങ്കൽ സൊസൈറ്റി നടത്തിയ നിർമ്മാണ പ്രവൃത്തികളിലെ തീവെട്ടിക്കൊള്ള അന്വേഷിക്കണമെന്നും അൻവർ പറഞ്ഞു. ഭരണം നഷ്ടപ്പെട്ടാൽ പിണറായിക്ക് പ്രതിപക്ഷ നേതാവാകാം. അങ്ങനെയാകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പ്രതിപക്ഷ നേതാവ് എന്നത് അത്ര മോശം പദവിയല്ലെന്നും അൻവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നിസാർ മേത്തറും പങ്കെടുത്തു. ഞങ്ങൾ വ്യക്തിപരമായി നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് 86 സീറ്റിൽ UDF അധികാരത്തിൽ വരുന്നു. അതിൽ കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 86-ന് പുറമെ 23 സീറ്റിന്റെ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. ആ 23-ഉം ജയിച്ചു കഴിഞ്ഞാൽ ഒരു 109, 110 സീറ്റിലേക്ക് എത്തും. 86 കഴിഞ്ഞ് ഈ പറയുന്ന ചാൻസ് സീറ്റിന്റെ 50% വന്നാൽ പോലും 100 സീറ്റിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഈ 1.5 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ കുഞ്ഞികൃഷ്ണൻ സഖാവാണെങ്കിലും ഗോവിന്ദൻ സഖാവാണെങ്കിലും എല്ലാം അവർ ഉയർത്തുന്നു. സുധാകരേട്ടൻ ഈ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. പാലക്കാട് ജില്ലയിലെ ശശിയും സുരേഷും മത്സരത്തിന് വരുന്നു. ആയിഷ പോറ്റി ഈ പറയുന്ന പിണറായിസത്തിന്റെ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി പാർട്ടി വിട്ടുപോകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഘട്ടത്തിൽ പോലും, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ അല്ലാതെയോ, CPM-ന് ഇത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിട്ടുപോരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കുടുംബാധിപത്യ ഏകാധിപത്യ പിണറായിയുടെ ഈ ധാർഷ്ട്യ രാഷ്ട്രീയമാണ്, ഈ പറയുന്ന ഫാസിസ്റ്റുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് എന്ന് പറയുന്നത്, പിണറായി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ കാലം ഇനി വരാനിരിക്കുന്ന തലമുറ പരിചയപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ കൊണ്ടുപോയി സംഘിയുടെ കാലിൽ കെട്ടിയ ഒറ്റുകാരനായി സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോട് കൂടി മാറാൻ പോവുകയാണ്. നല്ല മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി ഇത്രയും അപമാനിതനായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമുണ്ടാകും. അതുപോലെയുള്ള കൊടും ചതിയാണ് അദ്ദേഹം കേരളത്തിലെ മതേതര സമൂഹത്തോടും ആ പാർട്ടിയോടും ആ മുന്നണിയോടും ചെയ്തിട്ടുള്ളത്.